സമാപന സന്ദേശം ലഘുവായിട്ടുള്ളത് നൽകുവാൻ തക്കവണ്ണം തിരുമേനിയെ ക്ഷണിക്കുകയും ചെയ്യും. ഹലോ മക്കളെ, പാട്ടൊക്കെ പഠിച്ചോ? നല്ല പാട്ടായിരുന്നോ? അതെന്തോ ഭാഷയായിരുന്നു? ആഫ്രിക്കനായിരുന്നോ? അയ്യോ, നിങ്ങളൊക്കെ ആഫ്രിക്കക്കാരാണോ? പിന്നെ എവിടുന്നാരാ? അയ്യോ, എനിക്കറിയത്തില്ലല്ലോ, ഞാൻ മലയാളിയാണല്ലോ, പക്ഷെ എനിക്കറിയത്തില്ലല്ലോ ഈ ആഫ്രിക്കൻ ഭാഷ. നിങ്ങൾ ഭയങ്കര മിടുക്കരാണല്ലോ. അന്നേരം ഞാൻ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതും എനിക്ക് വലിയ പിടിയില്ല. ഞാൻ അന്നേരം ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു കൊച്ചു കഥ പറയട്ടെ. സന്തോഷമായിരുന്നോ? സൺഡേ സ്കൂളൊക്കെ ആയിരുന്നോ? നല്ലതായിരുന്നു അല്ലല്ലേ? ഞാൻ ഓസ്കാർ വൈൽഡ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനുണ്ട്. പേരെന്നാ? അന്നേരം ഓസ്കാർ വൈൽഡിന്റെ ഒരു കൊച്ചു സ്റ്റോറിയാ അത്. ഒരിടത്ത് ഒരു കൊച്ചു കിളിക്കൂടുണ്ടായിരുന്നു, കിളിയുടെ കൂട്. അന്നേരം ആ കിളിക്കൂട്ടില് ഒരു പപ്പാക്കിളിയുണ്ട്, ഒരു മമ്മിക്കിളിയുണ്ട്, ഒരു കുഞ്ഞു കിളിയുണ്ട്. ആ കൂട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പപ്പാക്കിളിയുണ്ട്, ഒരു മമ്മിക്കിളിയുണ്ട്, ഒരു കുഞ്ഞു കിളിയുണ്ട്. ഒരു ദിവസം ഈ പപ്പാക്കിളിയും മമ്മിക്കിളിയും കൂടെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഈ പപ്പാക്കിളി ഈ മമ്മിക്കിളിയെയും കുഞ്ഞുകിളിയെയും ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോയി. മമ്മിക്കിളിയും കുഞ്ഞുകിളിയും വിചാരിച്ചു വൈകിട്ടത്തേക്ക് ഇങ്ങ് വരുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അന്നേരം ഭയങ്കര വിഷമമായിപ്പോയി. അന്നേരം രണ്ടാമത്തെ ദിവസം ആയപ്പോൾ അവരിങ്ങനെ നോക്കി, ഒന്നും കഴിക്കാതെ ഇങ്ങനെ നോക്കി പപ്പാക്കിളിയെ നോക്കിയിരിക്കുക. പപ്പാക്കിളി വരുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, പപ്പാക്കിളിയെ കാണുന്നില്ല. ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ ഇരുന്നൊരു സമയത്ത് അങ്ങനെ തങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഭക്ഷിക്കാനുള്ള കഴിക്കാനുള്ള സാധനം എല്ലാം അങ്ങ് തീർന്നു പോയപ്പം മമ്മിക്കിളി തൊട്ടടുത്തൊരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ജോലി തരണം, ഞാൻ കിട്ടുന്ന ശമ്പളം കൊണ്ട് എനിക്ക് കുഞ്ഞിനെ പഠിപ്പിക്കണം, വളർത്തണം എന്നൊക്കെ പറഞ്ഞു. അന്നേരം ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു ജോലി തരാം, പക്ഷെ നിനക്ക് ശല്യ ആരോഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ ഭക്ഷണം തരാം, ഉച്ചയ്ക്ക് ലഞ്ച് ആകുമ്പോൾ ഭക്ഷണം തരാം, വൈകിട്ട് ഡിന്നർ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോഴേ അത് കഴിച്ചിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അടുത്ത ദിവസം ചെന്നു. രാവിലെ ഒരു ഏർലി മോർണിംഗ് തന്നെ ഈ അടുക്കളയിലെ ജോലിയൊക്കെ ആ വീട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായപ്പോൾ നല്ല ഭക്ഷണം കിട്ടി. മമ്മിക്കിളി എന്തോ ചെയ്യുന്നറിയാമോ? ഒരു വാഴയില കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അടുത്തൊരു വാഴ നിൽപ്പുണ്ടായിരുന്നേ. ആ വാഴ എന്നൊരിലയെടുത്ത് അതൊച്ചിരി ഈ തീയുടെ മണ്ടയ്ക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് വഴട്ടുക എന്ന് പറയും നമ്മൾ. എന്നിട്ട് അന്നേരം അത് ഇല ഇച്ചിരി ഫ്ലെക്സിബിളാകും. അന്നേരം ഫ്ലെക്സിബിളായിട്ട് അതിനകത്തോട്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് മമ്മിക്കിളി ഒറ്റ ഓടി വീട്ടിൽ ചെന്ന്. അന്നേരം കുഞ്ഞുകിളി നമ്മൾ സാധാരണഗതി മമ്മി വീട്ടിൽ എന്നോ ചെയ്യും, രാവിലെ എപ്പോഴായിരിക്കും എഴുന്നേക്കുന്നത്? 4 മണിക്ക് എഴുന്നേക്കുമോ? ഇതാ പറഞ്ഞ പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഈ മമ്മിക്കിളി അവിടെ ചെന്നപ്പം ഈ കുഞ്ഞുങ്ങളി കിടന്ന് ഉറക്കമാണ്, ഭയങ്കര ഉറക്കാം. അന്നേരം ഈ മമ്മിക്കിളി വിളിച്ചുണർത്തി 2 വഴക്കമൊക്കെ പറഞ്ഞ് എന്നിട്ട് എന്താ കൊടുത്തറിയാം? ഈ ഭക്ഷണം അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ ഉച്ചയ്ക്കും ചെയ്തു. ഇനി വേറെ ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉച്ചയ്ക്കും ചെയ്തു, വൈകിട്ടും ചെയ്തു. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും എല്ലാ ദിവസവും 3 നേരവും ആർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്? ഈ കുഞ്ഞുകിളിക്ക് ഭക്ഷണം കിട്ടും. മമ്മിക്കിളിക്ക് കിട്ടും. മമ്മിക്കിളി കൊണ്ട് ആർക്ക് കൊണ്ട് കൊടുക്കും? കുഞ്ഞുകിളിക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ കൊണ്ട് കൊടുത്ത് ഒരു ദിവസം രാവിലെ മമ്മിക്കിളി എഴുന്നേറ്റ് ജോലിക്ക് പോകാനായിട്ട് എഴുന്നേറ്റപ്പം അവിടെ കുഞ്ഞുകിളിക്ക് ഭയങ്കര ചൂട്. ദേഹത്ത് നോക്കിയപ്പം ഭയങ്കര ചൂട്. അന്നേരം മനസ്സിലായി, നമുക്ക് ദേഹത്ത് ചൂട് വരുമ്പോൾ എന്തോ വരുന്നത്? പനി അല്ലേ? പനിയാ. അന്നേരം മമ്മിക്കിളിക്ക് മനസ്സിലായി കുഞ്ഞിന് പനിയാന്ന് മനസ്സിലായി. മമ്മിക്കിളി 9 മണിക്ക് വന്നപ്പോഴും കതക് തുറന്നിട്ടില്ല, ഭയങ്കര പനിയാ. 1 മണിക്ക് വന്നപ്പോഴും ഭയങ്കര പനിയാ. മമ്മിക്കിളിക്ക് വലിയ വിഷമായി. അന്നേരം മമ്മിക്കിളി എന്തോ എന്നറിയാമോ? മമ്മിക്കിളി ആദ്യത്തെ ദിവസം അങ്ങനെ പോട്ടെന്ന് കണ്ടു. 2ാമത്തെ ദിവസം മമ്മിക്കിളി വിചാരിച്ചു ആരെങ്കിലും വൈദ്യനെ കാണിക്കണം, ഡോക്ടറെ കാണിക്കണം. തൊട്ടടുത്തൊരു ഡോക്ടറെ ചെന്ന് കാണിച്ച് ഈ വിവരമൊക്കെ പറഞ്ഞപ്പം ഈ കിളി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു
ഈ ലക്ഷണമൊക്കെ കേട്ടിട്ട് ഈ കുഞ്ഞുകിളിയുടെ അസുഖം വലിയൊരു അസുഖമാണ്. അതുകൊണ്ട് ഈ രോഗത്തിന്റെ ചികിത്സ അറിയാവുന്ന ഒറ്റ വൈദ്യനേ ഉള്ളൂ. അത് രാജാവിന്റെ കൊട്ടാരത്തിലെ വൈദ്യനേ ഉള്ളൂ. മമ്മക്കിളിക്ക് അറിയില്ല എവിടെയാ രാജാവിന്റെ കൊട്ടാരം എന്നറിയില്ല. ഈ മമ്മിക്കിളി ഓടി അവിടെ ചെന്നു. പലരോട് ചോദിച്ച് അവിടെ ചെന്നപ്പം ഈ ഗേറ്റിൽ ഒരു കാവൽക്കാരൻ നിൽപ്പുണ്ട്. നമുക്കൊരു സെക്യൂരിറ്റി മാനെ അറിയത്തില്ലേ, സെക്യൂരിറ്റി മാൻ നിൽപ്പുണ്ട്. അന്നേരം ആ സെക്യൂരിറ്റിയോടൊക്കെ ചോദിച്ച് അകത്ത് കയറി ഈ ഡോക്ടറെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിനൊരു മരുന്നുണ്ട്, അതെന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇപ്പോ വിരിഞ്ഞ ആരും തൊടാത്ത ഒരു വണ്ട് പോലും തേൻ കുടിക്കാത്ത ഇപ്പൊ വിരിഞ്ഞ ഒരു ചുമന്ന റോസപ്പൂ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാ? ആരും തൊടാത്ത ഒരു വണ്ട് പോലും തേൻ കുടിക്കാത്ത ഇപ്പോൾ വിരിഞ്ഞ ഒരു ചുമന്ന റോസപ്പൂ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. മമ്മിക്കിളി പെട്ടെന്ന് ഇറങ്ങി പല ചെടികൾ നിൽക്കുന്നുണ്ട്. പല ചെടി എന്ന് പറഞ്ഞാൽ ചില ചെടിയിൽ നല്ല ചുമന്ന ചെടി നിൽക്കുന്നുണ്ട്. ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് തെറ്റിച്ചെടിയാ, എനിക്ക് പറ്റില്ല, എന്തോ ചെയ്യാനാ, ഞാനൊരു റോസാ ചെടിയായിരുന്നു തരാമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ കഥ ചുരുക്കുക, സന്ധ്യയായപ്പം തിരിച്ചു വന്ന് ഈ പാറാവുകാരൻ്റെ അടുക്ക വന്നു, പറഞ്ഞു എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചപ്പോൾ, നീ എന്തിനാ വീണ്ടും വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ റോസച്ചെടി ഇപ്പൊ ചുമന്ന ആരും തൊടാത്ത ഒരു വണ്ട് പോലും തേൻ കുടിക്കാത്ത ഇപ്പൊ വിരിഞ്ഞൊരു ചെടി ഒരു റോസപ്പൂവിനെ എനിക്ക് വേണം, എന്റെ കുഞ്ഞല്ലേ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, നീ കണ്ടില്ല, ഇതുകൊണ്ടാന്ന് നോക്കി, അങ്ങോട്ട് നോക്കിയേ, അവിടെ ഒരു നല്ല മുള്ളുള്ള ചെടി നിപ്പുണ്ടല്ലോ. പക്ഷെ ആ ചെടിക്ക് ഒരു കുഴപ്പമുണ്ട്, ആ ചെടി വെള്ള റോസാണ്, വൈറ്റ് റോസാണ്. നിനക്ക് ആ വൈറ്റ് റോസിൽ ചെന്നാൽ ചിലപ്പോൾ കിട്ടിയേക്കുമെന്ന് പറഞ്ഞു. അല്ല, മമ്മിക്കിളി ഓടി അവിടെ ചെന്നിട്ട് ആ മമ്മി ഈ ചെടിയോട് പറഞ്ഞു, ആരും തൊടാത്ത ഇപ്പോഴേ വിരിഞ്ഞൊരു ചുമന്ന റോസപ്പൂ തരണമെന്ന് പറഞ്ഞു. അന്നേരം ഈ ചെടി പറഞ്ഞു, ഞാൻ നിനക്കൊരു വെള്ള റോസച്ചെടി തരാം, അല്ല റോസപ്പൂ തരാം, പക്ഷെങ്കിൽ ഇപ്പൊ എൻ്റെ ഇത് ഈ ക്വാളിഫിക്കേഷൻസ്, ഈ ക്വാളിറ്റീസ് ഉള്ള ചെടി ഇല്ല, റോസപ്പൂ ഇല്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ ചില്ലയിലിരുന്നൊന്ന് പാടണം. ചില്ല എന്ന് പറഞ്ഞാൽ കമ്പിലിരുന്നൊന്ന് പാടണം. അന്നേരം ആ മമ്മിക്കിളി അതേ കയറി ഇന്ന് പാടാൻ തുടങ്ങി. അന്നേരം കയറിയിരുന്നപ്പോൾ തന്നെ എൻ്റെ കാലിൽ എന്തോ കൊണ്ടെന്നറിയാമോ? മുള്ളു കൊണ്ടപ്പം മുള്ളു കൊള്ളുമ്പോൾ എന്തോ പറ്റും? വേദന എടുക്കും, പിന്നെന്തോ എടുക്കും? ചോര വരും. അന്നേരം ചോര വന്ന് ഈ താഴെ ഒരു റോസപ്പൂവിൻ്റെ ഇതളയിലോട്ട് വന്ന് വീണപ്പം ഈ റോസപ്പൂവിൻ്റെ ഇതൾ എന്തായി മാറി? ചുവപ്പ് മാറി. അന്നേരം ചെടി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ മുള്ളിനോട് ചേർന്ന് നിന്ന് പാടിയാൽ ആരും തൊടാത്ത ഒരു വണ്ട് പോലും തേൻ കുടിക്കാത്ത ഇപ്പൊ വിരിഞ്ഞൊരു റോസപ്പൂ തരാമെന്ന് പറഞ്ഞു. അന്നേരം മമ്മിക്കിളി ഇരുന്ന് പാടി. അപ്പം ഇങ്ങനെ മുള്ളിനോട് അമർന്ന് ശരീരമൊക്കെ ചേർന്ന് ഇങ്ങനെ പാടിയപ്പോൾ ഈ അമ്മക്കിളിയുടെ ദേഹത്തു നിന്ന് ഇങ്ങനെ ചോര ഇങ്ങനെ താഴോട്ട് വീണ് രാവിലെ വന്ന് പാറാവുകാരൻ നോക്കിയപ്പോൾ ആരും തൊടാത്ത ഒരു വണ്ട് പോലും തേൻ കുടിക്കാത്ത ഇപ്പൊ വിരിഞ്ഞ ഒരു റോസപ്പൂ അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ കളറ് ചുമപ്പാണ്, അതിലല്ല ഈ രക്തം വീണുള്ള ചുമപ്പാണ്. ആ ചില്ലയിലോട്ട് നോക്കിയപ്പോൾ കിളിയെ കാണുന്നില്ല. താഴോട്ട് നോക്കിയപ്പോൾ ചത്ത് വിറങ്ങലിച്ച് ഈ കിളി താഴെ കിടപ്പുണ്ട്. നമ്മളെ സ്നേഹിച്ച്, ഇതാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ മമ്മിക്കിളി ഇങ്ങനെ ചെയ്തത്? ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് എവിടെ മരിച്ചു? ക്രൂശിൽ മരിച്ചു. അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് ദൈവം തമ്പുരാൻ തന്നു. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമക്കൾ. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ എന്തിനാ? ദൈവമക്കളാവാനായിട്ട്. സമ്മതിച്ചല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാവരും നല്ല ദൈവമക്കളായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം നൽകിയ നിങ്ങളെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.